ഈ ട്രെയിനിങ്ങിന് ആളെ കയറ്റാൻ വേണ്ടി ട്രെയിനേഴ്സ് പല നമ്പറുകളും പറ്റുന്നുണ്ട്. കാര്യം ഞാൻ 2022 കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള 1-2 ട്രെയിനിങ് പ്രോഗ്രാമുകളായിട്ട് ബന്ധപ്പെട്ട് അത് ശരിക്കും NLP ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നില്ല, പ്യുവർ NLP ആയിരുന്നില്ല. എന്നാൽ പോലും ഞാൻ ആൾക്കാരെ കയറ്റാൻ വേണ്ടി ഞാൻ നോട്ടീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കുറച്ച് സ്വർണവും കുറച്ച് ധനവും ഒക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന സംഭവമാണ്. ഹൈലാൻഡ് ഹോട്ടലിൽ വെച്ചിട്ട് നടത്തിയ പ്രോഗ്രാമാണ്, ചെറിയ പ്രോഗ്രാമാണ്. എന്നാൽ പോലും ആ രീതിയിൽ ആൾക്കാരെ ധന ആകർഷണം എന്നുള്ള രീതിയിൽ, മീൻസ് മണി ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവത്തിലേക്ക് മണി ബ്ലോക്കെല്ലാം മാറ്റി കൊടുക്കുക, അതാണ് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നൊരു വലിയ കാര്യം. അപ്പോൾ ശരിക്കും മനസ്സിൽ ഒരു കുറ്റബോധത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. കാര്യം ഒരിക്കലും ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ മണി ബ്ലോക്ക് മാറില്ല എന്ന് നമുക്കറിയാം. ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും, ഹൈലാൻഡ് ഹോട്ടലിൽ ഞങ്ങൾ നടത്തിയ പ്രോഗ്രാമിന് ഞാൻ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുമ്പം ആ മണി ബ്ലോക്ക് മാറ്റാൻ വേണ്ടി വരുന്ന ആൾക്കാർ, എൻ്റെ പാർട്ടിസിപ്പൻസ് പലരും ഓടിക്കാറിൽ വന്നിറങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമൊന്നും വലിയ സക്സസ് ആകാത്തതിന് കാരണം ഇത് തന്നെ ആയിരിക്കും. നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സത്വം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ ഒരു പ്രൊമോഷൻ സ്വീകരിച്ചുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പുനർജനി എന്ന പ്രോഗ്രാം ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നേ ഇല്ല. മണി ബ്ലോക്ക് മാറത്തില്ല, മണി ബ്ലോക്ക് ഒരിക്കലും മാറാൻ പോകുന്നില്ല ഈ പ്രോഗ്രാം കൊണ്ട്. ഫിനാൻഷ്യൽ ഡെപ്റ്റ്, സാമ്പത്തികമായ കടം മാറത്തില്ല ഈ പുനർജനി കൊണ്ട്. പക്ഷേ വൈകാരികമായ കടം, ഇമോഷണൽ ഡെപ്റ്റ്, അത് മാറും. അപ്പോൾ ചോദിക്കുക, എന്താണ് ഫിനാൻഷ്യൽ ഡെപ്റ്റ്, എന്താണ് ഇമോഷണൽ ഡെപ്റ്റ്? ഫിനാൻഷ്യൽ ഡെപ്റ്റ് നമുക്ക് ബാങ്കിനോടും സുഹൃത്തുക്കളോടൊക്കെ ഉള്ള ചെറിയ ചെറിയ കടം മേടിച്ച പൈസയാണ് ഫിനാൻഷ്യൽ ഡെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തെന്ന് പറയുന്ന 99% ആൾക്കാരും ഫിനാൻഷ്യൽ ഡെപ്റ്റ് കൊണ്ടല്ല ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. കാര്യം നമുക്കൊരു 100 കോടി രൂപ നഷ്ടം വന്നാലും അതിൽ നിന്ന് കയറാനുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. ശരിക്കും അതിനുള്ള എല്ലാം പ്രപഞ്ചത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ആവശ്യം പോലെ സമ്പത്തുണ്ട്. ഒരിക്കലും ഫിനാൻഷ്യൽ ഡെപ്റ്റ് കൊണ്ട് ആരും ഇമോഷണലി തകർന്നു പോയിട്ടില്ല. പക്ഷേ വൈകാരികമായ കടബാധ്യത അത് വളരെ ഭീകരമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിലും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് മാതാപിതാക്കളോടുള്ള കടം, വൈകാരികമായ കടം. അതായത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നില്ല, അവർക്ക് ഫുഡ് കൊടുക്കുന്നില്ല, ഷെൽട്ടർ, നല്ല വീട് കൊടുക്കുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ഉരുള ചോറ് പോലും കൊടുക്കുന്നില്ല. അവസാനം അവർ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ഉരുട്ടും. അതും പൂജാരി പറയണം, പിണ്ട ഉരുട്ടു, എള്ളും പൂവും ധ്യാനിക്കൂ, അങ്ങനെ പറയുമ്പം കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ അതാണ് ഇമോഷണൽ ഡെപ്റ്റ് എന്നുകൊണ്ട് ആദ്യം ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഭാര്യയോടുള്ള കടപ്പാട് ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണം, നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം. ആ ഒരു കൺസെപ്റ്റ്, അതാണ് ഭാര്യയോടുള്ള കടപ്പാട്. അതുപോലെ മക്കളോടൊരു കടപ്പാടുണ്ട്, സുഹൃത്തുക്കളോടൊരു കടപ്പാടുണ്ട്. നമ്മൾ നിത്യവും ബിരിയാണി കഴിക്കുകയും സുഹൃത്തുക്കൾ കഞ്ഞി പോലും കിട്ടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുമ്പം അത് തീർച്ചയായിട്ടും അവരോടുള്ളൊരു കടമാണത്, ഇമോഷണൽ ഡെപ്റ്റാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഇമോഷണൽ ഡെപ്റ്റുകൾ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി നമ്മുടെ ഈ പുനർജനി പോലുള്ള പ്രോഗ്രാം സഹായിക്കും. മനോഹരമായ ഡിസൈനുകളിൽ ആകർഷകമായ ഫർണിച്ചറുകൾ, ചെയർമാൻ, പ്ലാസ്റ്റിക് മോൾഡഡ് ഫർണിച്ചറുകൾ,